കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി രൂക്ഷമാകുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ യോഗി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണുള്ളത്. കാരണങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് പാർട്ടി അധ്യക്ഷൻ 40,000 പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യു.പി. ബി.ജെ.പി. അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത്. ഇന്നലെ കേന്ദ്ര നേതൃത്വത്തെ കണ്ടതിനു ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത്. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നദ്ദയുമായി മൗര്യ ന്യൂഡൽഹിയിൽ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ നഡ്ഡ യു.പി. ബി.ജെ.പി. അധ്യക്ഷൻ ഭൂപേന്ദർ ചൗധരിയുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ടിനിടെ ഉപമുഖ്യമന്ത്രി കേശവ് മൗര്യയുടെ പോസ്റ്റ് ചർച്ചയായിരുന്നു. സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന. പ്രവർത്തകരുടെ വേദന എൻ്റെയും വേദനയാണ്. സംഘടനയേക്കാൾ വലുതല്ല ഒരാളും. പ്രവർത്തകരാണ് അഭിമാനമെന്നായിരുന്നു മൗര്യ എക്സിൽ കുറിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മൗര്യയും തമ്മിൽ ഭിന്നത രൂക്ഷമാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ പോസ്റ്റ് വരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചകൾ നടന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ യോഗിയും മൗര്യയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് ബി.ജെ.പിയുടെ പരാജയത്തിന് കാരണമെന്ന് പല നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്തു. 2024 തിരഞ്ഞെടുപ്പിൽ 80-ൽ 33 സീറ്റിലാണ് ബി.ജെ.പിക്ക് ജയിക്കാനായത്. 2019-ൽ 62 സീറ്റുകൾ നേടിയിരുന്നു. 2017-ൽ യോഗി ആദിത്യനാഥ് യു.പി. മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മൗര്യയായിരുന്നു സംസ്ഥാന ബി.ജെ.പി. പ്രസിഡന്റ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി അവരുടെ സീറ്റ് നില കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിനാൽ യോഗിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള ശ്രമമാണ് ബി.ജെ.പി. നടത്തുന്നത്.